നമസ്കാരം. കേരളം ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയുള്ള തീവണ്ടി സർവീസുകൾ ഒരു സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. ഒരു റെയിൽവേ ട്രാക്കിൽ കൂടി വേണ്ടി വന്നാൽ കേന്ദ്രത്തിൻ്റെ അതിവേഗ റെയിൽ ഓടും. കേരളത്തിൻ്റെ RRTS സെമി ഹൈസ്പീഡ് ട്രെയിനും ഓടും. ഒരേ സമയം ഒരേ ദിശയിൽ ഒരേ ട്രാക്കിൽ ഈ രണ്ട് ട്രെയിനിലും ഓടിക്കാനാണ് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ശ്രമം. കേരളം ഇപ്പോൾ ബജറ്റിലൂടെ വിഭാവനം ചെയ്ത RRTSന് തൽക്കാലം 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 4 ഘട്ടമായി നടപ്പാക്കും. അതിൻ്റെ അന്തിമ ചിലവ് എത്രയാണെന്ന് കേരളത്തിൽ കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. ശരിക്കും ഈ രണ്ട് റെയിൽവേ ലൈനുകൾ, ഒന്ന് EM ശ്രീധരനാണ് അതിൻ്റെ DPR തയ്യാറാക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചതാണ്. ഇത് കേരളം ഇപ്പോൾ തലേദിവസം ക്യാബിനറ്റിൽ അപ്രൂവ് ചെയ്ത് പിറ്റേ ദിവസം ധനമന്ത്രി ബജറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ശരിക്കും ഇതിൽ ഏതാകും കേരളത്തിലേക്ക് ഓടിത്തുടങ്ങുക? നമ്മൾ ഒരു വളരെ സാധാരണ ഒരു വ്യക്തിയാണ്, സാധാരണ ബുദ്ധി ലെവലിലുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടും ഒരു സഹതാപം തോന്നുന്ന ഒരു കാര്യമാണ്. ഈ ചില ഫാക്റ്റുകൾ ബോധപൂർവം 3 മുന്നണികളും ജനങ്ങളിൽ നിന്ന് മറയ്ക്കുമ്പോഴത്തേക്കും ഇത് മനസ്സിലാക്കുന്നവരെങ്കിലും ഇത് ഇന്നതാണെന്ന് പറയാൻ എന്തിനും മടി കാണിക്കുന്നു എന്നുള്ളതാണ് എനിക്കുള്ളൊരു ചോദ്യം. കാര്യം നമ്മൾ മഞ്ഞക്കുറ്റി റെയിൽവേ പറ്റിയിട്ട് നമ്മൾ ആദ്യം കണ്ടായിരുന്നു. റെയിൽ, നമ്മളെ അപ്പം റെയിൽ, സിൽവർ ലൈൻ. ഈ അപ്പം റെയിലിനെ പറ്റിയിട്ട് ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പദ്ധതിയാണെന്ന് കണക്ക് കൂട്ടി BJPക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സമരം ചെയ്യുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ തന്നെ കോൺഗ്രസ് സമരം ചെയ്യുന്നു. ഇവർ 3 പേരും എന്നാൽ ഈ സമരത്തെ അത്രയും സൈലൻ്റായിട്ട് CPM പ്രതിരോധിക്കുന്നു. ഇതാണ് കൊല്ലനും കൊല്ലത്തി എന്ന് പറയുന്ന നാടകം. കാര്യം ഈ 3 മുന്നണിയും കൂടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും മടയനാക്കിയല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. അത് ഒരു പ്രാവശ്യം നമുക്ക് മടയനാവാം, രണ്ടാമത്തെ പ്രാവശ്യം ശ്രീധരൻ മടയനാക്കാൻ വരുന്നു, മൂന്നാമത്തെ പ്രാവശ്യം നമ്മുടെ പിണറായിയും മടയനാക്കുന്നു. ഈ 3 കോടി ജനങ്ങൾ 3 പ്രാവശ്യം മടയനാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് മടയനാവാൻ പറ്റും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്ന ഒരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു സത്യം ജനങ്ങൾ മനസ്സിലാക്കണം. മഞ്ഞക്കുറ്റി റെയിൽവേ ആയാലും പിണറായിയുടെ റാപ്പിഡ് റെയിൽവേ ആയാലും നമ്മുടെ ശ്രീധരൻജിയുടെ ഹൈസ്പീഡ് ട്രെയിനായാലും ഇതെല്ലാം നടപ്പിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത് കേരള ഗവൺമെൻറ്റിന് നേരിട്ടൊരു ഒരു റെയിൽവേ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നടപ്പിലാക്കുന്നത് KRDCL എന്ന് പറഞ്ഞ ഒരു കമ്പനി വഴിയാണ്. അപ്പോൾ KRDCL എന്ന് പറയുന്ന കമ്പനിയുടെ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 51% ഷെയറും കേരള ഗവൺമെൻറ്റിൻ്റെയാണ്. പക്ഷേ 49% ഷെയർ റെയിൽവേയുടെയാണ്. അപ്പോൾ റെയിൽവേക്ക് 49% ഷെയറുള്ള ഒരു കമ്പനി ഇറക്കിയ ഒരു പ്രൊജക്റ്റാണ് ഈ റെയിൽ എന്ന് കേരളത്തിലെ എത്ര പേര് മനസ്സിലാക്കി? ഇത് മനസ്സിലാക്കിയെങ്കിൽ കോൺഗ്രസ്സുകാർ BJP ആഫീസിന് മുമ്പേ കൂടെ സമരം ചെയ്യുമായിരുന്നു. കാര്യം ഇത് ജോയിൻറ്റ് വെഞ്ചറാണ്. ഇത് ഞങ്ങളുടെയും കൂടെ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് BJP CPMൻ്റെ ഓഫീസിൽ ചെന്ന് സമരം ചെയ്യുന്നത്. അപ്പോഴത് മനസ്സിലാക്കി ചിരിച്ചുകൊണ്ട് അവർ സമരം ചെയ്തോട്ടെ, ഞങ്ങൾ രണ്ടുപേരും 49, 51 ആണ്, അത് ജനങ്ങൾക്ക് അറിയണ്ട, എന്തായാലും അവർ സമരം ചെയ്തോട്ടെ, അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ BJPയുടെ സമരം CPM ചിരിച്ചുകൊണ്ട് നേരിട്ടു, കോൺഗ്രസിൻ്റെ സമരം CPM ചിരിച്ചുകൊണ്ട് നേരിട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 3 മുന്നണികളും നമ്മളെ പറ്റിക്കുകയല്ലേ ചെയ്തത്. കാര്യം കേന്ദ്രവും സംസ്ഥാനവും ചേരാതെ ഒരു റെയിൽവേ പ്രൊജക്റ്റ് നടക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ BJPക്കാർ ആരെ പറ്റിക്കാനാണ് CPMനെതിരായിട്ട് സമരം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഇതായി ഒരു വിവാദം വരുന്നുണ്ട്. 15 ദിവസത്തിനകത്ത് കേന്ദ്രമന്ത്രി എനിക്ക് വാക്കാൽ അനുമതി തന്നു, ബാക്കി പ്രൊജക്റ്റ് ഞാൻ യഥാർത്ഥ പൊന്നാനിയിൽ തുടങ്ങുന്നു എന്നാണ് ശ്രീധരൻ പറയുന്നത്. പൊന്നാനി വേറൊരു കാര്യത്തിന് കേരളത്തിൽ പ്രസിദ്ധമാണ്, രണ്ടാമത് റെയിലുമാണ്. ഇത് ഇസ്ലാമിലോട്ട് മതം മാറ്റുന്നതിന് നല്ല സ്ഥലമാണ്. പൊന്നാനി പോയിട്ടാണ് ഈ മതം മാറുന്നത്. അപ്പോൾ അതേപോലെ ശ്രീധരൻ പറയുന്നത് പൊന്നാനിയിൽ ആഫീസ് തുടങ്ങിയിട്ട് ഞാനവിടെ പുതിയ റെയിൽവേ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിനെയോ അല്ലെങ്കിൽ പ്രശസ്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയോ ഒന്നും ഞാൻ എഴുത്തി കാണിക്കുകയല്ല. ശ്രീധരൻ മനസ്സിലാക്കേണ്ടത്, ശ്രീധരന് സ്വന്തമായിട്ട് കേരളത്തിൽ റെയിൽവേ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതിന് സംസ്ഥാന ഗവൺമെൻറ് അനുവാദം വേണം. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീ പിണറായി വിജയൻ ബജറ്റിൽ പറയുന്നത് ഞങ്ങൾ ഇതാണ്ട് വേറൊരു റെയിൽവേ ആയിട്ട് വരുന്നുണ്ട്.
ഈ പിണറായി വിജയന് മനസ്സിലാക്കണം, പിണറായി വിജയന് സ്വന്തമായിട്ട് ഇന്ത്യയിൽ ഒരു റെയിൽവേ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കത്തില്ല. അത് റെയിൽവേ മിനിസ്റ്ററിയും കൂടെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇവർ അനിയനും ചേട്ടനും കൂടെ, നമ്മളെ അനിയൻ ബാവയും ചേട്ടൻ ബാവയും കൂടെ നമ്മൾ എത്ര കാലം പറ്റിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഇത് യഥാർത്ഥത്തിൽ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് CPM-ഉം BJP-യും ഇവർ തമ്മിൽ ഘടകകക്ഷികളാണ്. ഏതിൽ? KRDCL എന്നുള്ള പറയുന്ന കമ്പനിയിൽ ഇവർ രണ്ടുപേരും ഘടകകക്ഷികളാണ്. അപ്പോൾ ആ ഘടകകക്ഷികൾ രണ്ടുപേരും കൂടെ ഇരിക്കുകയും അത് കോൺഗ്രസിനും കൂടെ സമ്മതമാകുന്ന ഒരു രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയിൽ എത്രയോ മുമ്പ് പോകുമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം പകുതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം കന്യാകുമാരി റെയിൽ ഇലക്ട്രിക്കൽ തന്നെ ഏകദേശം 2 വർഷത്തിന് മുമ്പേ കന്യാകുമാരിയുടെ സൈഡ് ഓൾറെഡി അവർ ചെയ്തു കഴിഞ്ഞു. കേരളത്തിൽ സ്ഥലമെടുക്കുന്നതിൻ്റെ ഇഴച്ചിലും പൈസ കൊടുക്കുന്നതിൻ്റെ ഇഴച്ചിലും പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൻ്റെ ഇഴച്ചിലുമാണ് നമ്മൾ കാണുന്നത്. തമിഴ്നാട്ടിൽ 2 വർഷത്തിന് മുമ്പ് ഞാൻ പോയപ്പോഴത്തേക്ക് തമിഴ്നാട്ടിലുള്ള ഏകദേശം 90% പണിയും കഴിഞ്ഞു. അവർ കേരളത്തിൽ നിന്നുള്ള ലൈൻ അങ്ങോട്ട് വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നത് ഇനിയെങ്കിലും 3 മുന്നണികൾ, ഈ 2 മുന്നണികളും ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്, അവർക്ക് അവകാശമുണ്ട്. പക്ഷേ അത് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത 2 പേരുടെയും പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനുമുണ്ട്. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് ജനങ്ങളെ പറ്റിക്കാനാണ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കണം. ഇത് KRDCL എന്ന് പറഞ്ഞ കമ്പനിയെ പറ്റിയിട്ട് ജനങ്ങൾ കൂടുതൽ അന്വേഷിക്കണം. അതിനെ പറ്റിയിട്ട് കൂടുതൽ ചർച്ചകൾ ഉണ്ടാവണം. KRDCL എന്ന് പറഞ്ഞ കമ്പനി അറിയാതെ കേരളത്തിൽ ഈ പറയുന്ന റെയിൽവേ മാത്രമല്ല, ഈ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ നടക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനങ്ങളെല്ലാം ഈ KRDCL എന്ന് പറയുന്ന കമ്പനി വഴിയാണ് നടക്കുന്നത്. എല്ലാത്തിൻ്റെ 51% പിണറായിക്ക് വരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന റെയിൽവേയുടെ എല്ലാ വികസനത്തിൻ്റെയും 51% പിണറായിക്ക് വരുന്നുണ്ട്. 49% റെയിൽവേക്കുള്ളൂ. അപ്പോൾ ഈ പങ്കുകച്ചവടം നമ്മളെ ജനങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇവർ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത്. നമ്മുടെ അറിവുള്ള ജനങ്ങൾ രാഷ്ട്രീയക്കാരുടെ അടുത്ത് മാന്യമായ ഭാഷയിൽ ചോദിക്കുക, നിങ്ങൾ തമ്മിൽ പങ്കുകച്ചവടക്കാരല്ലേ, 51, 49 അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒന്ന് പൊടിക്കടങ്ങിയിട്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് നമ്മുടെ റെയിൽവേക്ക് എങ്ങനെ വികസനങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യും.